അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 9ാം ക്ലാസ്സുകാരുടെ ലിസാനുൽ ഖുർആൻ കാക്കൊല്ല പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ റിവിഷൻ്റെ ഭാഗമായിട്ട് പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് എങ്ങനെ ചോദ്യം വരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇതുപോലെ മുൻകാലത്തെ ഏതെങ്കിലും ഒരു പരീക്ഷ പേപ്പർ എടുത്ത് നോക്കുന്നത് നല്ലതാണ്. ലിസാനുൽ ഖുർആനിൻ്റെ ഒരു പേപ്പർ, അതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് വെച്ച് നമുക്ക് വീണ്ടും ബാക്കിയുള്ള പാഠങ്ങൾക്കായിട്ട് പഠിക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, ഒന്നാമത്തെ ചോദ്യം, നൂസിലു ബിൽ മുനാസിബി, യോജിച്ചവ വെച്ച് ചേർക്കാനാണ്. യോജിച്ചവ വെച്ച് ചേർക്കാനാണ്. ആദ്യം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് മേലെ പറഞ്ഞ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഈ ചോദ്യം വരുന്നത്, ഈ സെറ്റ് മൊത്തം വരുന്നത് നമ്മുടെ ലിസാനുൽ ഖുർആനിലെ 9ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 2ാമത്തെ പാഠം മദ്രസുസ്ഥാനി ആയാത്തുൽ ഖുർആനുൽ കരീം എന്ന പാഠത്തിലെ തദ്രീബാത്തിൽ ആദ്യം കൊടുത്ത നഖറഉ വ നഫ്ഹമു എന്ന ഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ പല ആളുകളും അതിൻ്റെ അർത്ഥം പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അർത്ഥം പഠിക്കലും അതിൽ വന്ന ക്രിയകൾ പഠിക്കലും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ 3-4 വട്ടം വായിച്ച ആളുകൾക്ക് ആ പാഠത്തിലെ അവിടെ ഉപയോഗിച്ച ക്രിയാരൂപങ്ങളും ഒക്കെ ബൈഹാർട്ടായിട്ടുണ്ടാവും, കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ പഠിക്കണം, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. സൈനബു ലതഉമുറന്ന ഉഖ്തഹ ബിഗദ്ദിൽ ബസ്വരി. സൈനബു ലതഉമുറന്ന ഉഖ്തഹ ബിഗദ്ദിൽ ബസ്വരി. സൈനബ് തൻ്റെ സഹോദരിയോട് കണ്ണ് നോക്കണമെന്ന് കൽപ്പിക്കട്ടെ. അഥവാ കണ്ണ് ചിമ്മണം, ചിലയിടത്തൊക്കെ കണ്ണ് ചിമ്മണം എന്നുള്ള, അല്ലെങ്കിൽ ചില നോട്ടങ്ങളിൽ നിന്ന് കണ്ണ് ചിമ്മണം എന്ന രീതിയിൽ ഗദ്ദുൽ ബസറിനെ പ്രേരിപ്പിക്കണം എന്ന രീതിയിൽ പറയുന്നൊരു വാചകമാണ്. സൈനബു ലതഉമുറന്ന എന്നാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് ലതഉമുറന്ന, അവിടെ ലതഉമുറന്ന, അവിടെ സൈനബ് ആയതുകൊണ്ട് മുഅന്നസിൻ്റെ രൂപമാണ്. പിന്നെ സൈനബ് അവിടെ ഇല്ല, ഡയറക്റ്റ് അല്ല, ഫേസ് ടു ഫേസ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഗായിബിൻ്റെ രൂപമാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണ്. റിജാലു, പുരുഷന്മാർ, ജേഷ് ഇലൽ മസ്ജിദി ലിൽ ജമാഅത്തി. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും, പുരുഷന്മാർ പള്ളിയിലേക്ക് ജമാഅത്തിന് എന്ന് പറഞ്ഞാൽ പിന്നെ പോകണം എന്നാണ്. നമ്മുടെ ഇതുവരെ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ അർദ്ധവാർഷിക പരീക്ഷ വരെ, ഏകദേശം കാക്കൊല്ല പരീക്ഷക്കൊക്കെ നമ്മൾ പഠിച്ചത് നൂനു സഖീല, നൂനുൽ ഖഫീഫ എന്നീ 2 നൂനുകൾ ചേർന്ന് വരുന്ന ക്രിയാരൂപങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ ലയദ്ഹബുന്ന ഇലൽ മസ്ജിദി ലിൽ ജമാഅത്തി. ഇനി അടുത്തത് അഹദുൻ ബി മുസീബത്തി ഗൈരിഹി. അഹദുൻ ബി മുസീബത്തി ഗൈരിഹി. ലാ യഫ്രഹ് എന്നാണ്. ലാ യഫ്രഹ് അഹദുൻ ബി മുസീബത്തി ഗൈരിഹി. ലാ യഫ്രഹ് അഹദുൻ ബി മുസീബത്തി ഗൈരിഹി. അത് 1ാമത്തെ പാഠത്തിൽ നിന്നുള്ളതാണ്. ആരും മറ്റൊരാളുടെ മുസീബത്തിൽ, വിപത്തിൽ സന്തോഷിക്കരുത്. അടുത്തൊരു ചോദ്യം, മിനൽ ബൈത്തി മുതബർരിജത്തൻ. ഔറത്തൊക്കെ വെളിവാക്കി പുറപ്പെടരുതെന്ന് എന്നാണ് അവിടെ പറയേണ്ടത്. അപ്പോൾ മിനൽ ബൈത്തി മുതബർരിജത്തൻ അവിടെ എങ്ങനെയാണ് പറയേണ്ടത്? ഏത് ക്രിയയാണ് ഉപയോഗിക്കേണ്ടത്? ലാ തഖ്റുജി, ഇത് 1ാമത്തെ പാഠത്തിൽ നിന്നാണ്. ലാ തഖ്റുജി ഒരു പെൺകുട്ടിയോട് കൽപ്പിക്കുന്നതാണ്. മിനൽ ബൈത്തി മുതബർരിജത്തൻ, അത് പെൺകുട്ടിയോടാണെന്ന് നമുക്കെങ്ങനെ മനസ്സിലായി? മുതബർരിജത്തൻ എന്ന മുഅന്നസായ തായ് ചേർന്ന് വന്ന പദം വന്നതുകൊണ്ട്. അസ്വാതഹുമാ മിനൽ മസ്ജിദി. അസ്വാതഹുമാ മിനൽ മസ്ജിദി, അവിടെ എന്താണ് വരിക? അസ്വാതഹുമാ മിനൽ മസ്ജിദി. 2 പേരുണ്ട്, അതും ഗായിബായ 2 പേരാണ്. അപ്പോൾ എങ്ങനെ വരും? ലാ യർഫഅ അസ്വാതഹുമാ മിനൽ മസ്ജിദി. അത്താലിബു ലയജ്ഹദൻ ഫിത്തഅല്ലുമി. അത്താലിബു വിദ്യാർത്ഥി പഠനത്തിൽ പരിശ്രമിച്ചു കൊള്ളട്ടെ. അവിടെയൊക്കെ നമ്മൾ പരിശ്രമിച്ചു കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായും എന്നൊരർത്ഥം കൂടി ചേർത്ത് വായിക്കണം.
നേരത്തെ പറഞ്ഞു കൊടുത്തൊക്കെ. കാരണം നൂന് ഖഫീഫ ചേർന്ന് വന്നാൽ തീർച്ചയായും നിർബന്ധമായും എന്നുള്ളൊരു ശക്തി കൂട്ടി പറയേണ്ടത് അനിവാര്യമാണ്. അസ്സൗജത്തു ഭർത്താവ് ലതഹ്ഫളൻ ഹുഖൂഖ സൗജിഹ, അത് മൂന്നാമത്തെ പാഠത്തിൽ നിന്നാണ്. ചോദ്യങ്ങളൊക്കെ മൂന്നാമത്തെ പാഠത്തിലെ തദ്രീബാത്തിൽ നിന്നാണ് ഇപ്പോൾ വന്നത്. ചോദ്യങ്ങളൊക്കെ എവിടെ നിന്നൊക്കെ വരും എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അസ്സൗജത്തു ലതഹ്ഫളൻ ഹുഖൂഖ സൗജിഹ. ഇനി അടുത്തൊരു ചോദ്യം, നക്തുബു അൽഫാല ഹാദിഹിൽ അഫ്ആൽ. അൽഫാൽ എന്ന് പറഞ്ഞാൽ ഒരു ഫെയിലിനെ കുറിച്ച് അതിന് ഒരു വിശദീകരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേൽവിലാസം, ആ ഫെയിൽ എന്താണ് എന്ന് പറയുന്നതിനാണ് അൽഫാൽ എന്ന് പറയുക. നമുക്കറിയുന്നതാണ്. അപ്പോൾ ഒന്നാമത്തത് ലാ തെക്ദിബ്ന. ലാ തെക്ദിബ്ന എന്നാണ് ഒന്നാമത്തത് തന്നിട്ടുള്ളത്. ലാ തെക്ദിബ്ന അതിൻ്റെ അൽഫാൽ എഴുതാനാണ്. അപ്പോൾ ലാ തെക്ദിബ്ന എന്ന് നമുക്ക് എന്തൊക്കെ അതിനെക്കുറിച്ച് അതിന് മേൽവിലാസമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്നാമത്തെ നഹിയിനെ കുറിച്ച് പറയുന്ന പാഠത്തിൽ നിന്നുള്ള തദ്രീബാത്തിൽ നിന്ന് വന്നതാണ് തെക്ദിബ്ന എന്ന് പറയുന്നത്. അപ്പോൾ തെക്ദിബ്ന എന്നുള്ളത് ആദ്യമായിട്ട് പറയാനുള്ളത് അത് മുഅന്നസാണ്. അൽ മുഅന്നസ്. പിന്നെ നൂന് ചേർന്ന് വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അത് ജം ആണ്. അപ്പോൾ ഇങ്ങനെ അൽ ജം അൽ മുഅന്നസ് അല്ലെങ്കിൽ അൽ ജം ഉൽ മുഅന്നസു മിനൻ നഹിയിൽ ഗായിബി. അൽ ജം ഉൽ മുഅന്നസു മിനൻ നഹിയിൽ ഗായിബി. ജം ആണ്, മുഅന്നസാണ്, നഹി ഗായിബാണ്. ഇനി ലാ യത്റുക് എന്ന് പറഞ്ഞാലോ, ലാ യത്റുക് എന്ന് പറഞ്ഞാലോ അൽ മുദക്കറുൽ വാഹിദ് മിനൻ നഹിയിൽ ഗായിബി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് എന്താണ് കിട്ടുക എന്നുള്ളത് ആദ്യം ഒന്ന് ഓർത്ത് വെക്കുക. ലാ എന്ന് വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നഹിയാണ് എന്നുള്ളത്. പിന്നെ മുലാരിൻ്റെ ഫീലിൽ യാ ചേർന്ന് വന്നാൽ മിക്കവാറും ഗായിബൈക്കാരും ഗായിബും പിന്നെ ഹാലിറും വരും. പക്ഷേ യാ വന്നു കഴിഞ്ഞാൽ അത് ഗായിബാവാം. താ ചേർന്ന് വന്നാൽ ഗായിബും ആകാം ഹാലിറും ആകാം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട് എന്നൊക്കെ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചാണ്. അപ്പോൾ ഇവിടെ ലാ തെക്ദിബ്ന എന്നുള്ളത് മുഅന്നസിൻ്റെ താ ആണ് തുടക്കത്തിൽ വന്നത്. ലാ തെക്ദിബ്ന എന്നുള്ളതിൻ്റെ അൽഫാൽ പറയുന്ന സമയത്ത് അൽ ജം ഉൽ മുഅന്നസ് മിനൻ നഹിയിൽ ഗായിബി. അടുത്തത് അൽ മുദക്കറുൽ വാഹിദു മിനൻ നഹിയിൽ ഗായിബി. അപ്പോൾ ഇനി നല്ല സുഖമായി. അടുത്തൊരു ചോദ്യത്തിൽ അൽ മുദക്കറുൽ വാഹിദ് മിനൻ നഹിയിൽ ഗായിബിന് ഒരു ഉദാഹരണം എഴുതാണ്ട് അവിടെ ലാ യത്റുക് എഴുതി വെച്ചാൽ മതി. ലാ തബ്സുത്. ലാ തബ്സുത് അൽ മുദക്കറുൽ വാഹിദു മിനൻ നഹിയിൽ ഹാലിരി. നഹി ഹാലിറാണ് ലാ തബ്സുത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ മൂന്ന് ഫീലിൻ്റെയും അൽഫാലുകൾ നമ്മൾ എഴുതി. പിന്നെ നമുക്ക് അൽഫാൽ കിട്ടുന്നില്ലെങ്കിൽ ലാ തെക്ദിബ്ന എന്നുള്ളത് നഹി എന്ന് മാത്രം അറിയുമെങ്കിൽ നഹിയു എന്ന് എങ്കിലും എഴുതി വെക്കുക. നഹി വായിബ് ഹാലിർ അറിയെങ്കിൽ നഹി വായിബ് നഹി ഹാലിർ അത്രയെങ്കിലും നമ്മൾ എഴുതി വെക്കുക. അപ്പോൾ അതിൻ്റെ ആനുപാതികമായിട്ടുള്ള മാർക്ക് കിട്ടും. 3 മാർക്കാണല്ലോ. 3 മാർക്കിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ഓരോ മാർക്ക് കിട്ടും. 3 മാർക്കിനാകുമ്പോൾ 3 മാർക്കും കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുഴുവനായിട്ട് എഴുതണം. ഇനി അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള രൂപമാണ് അൽ മുദക്കറുൽ വാഹിദ് മിനൻ നഹിയിൽ ഗായിബി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് എഴുതി വെക്കാനാണ്. അപ്പോൾ അത് ലാ യത്റുക് അതിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ ലാ യഫ് അൽ. ഇനി ജം മുദക്കർ മിനൻ നഹിയിൽ ഹാലിർ. ജം മുദക്കർ മിനൻ നഹിയിൽ ഹാലിർ. ജം ആവണം, മുദക്കർ ആവണം, നഹി ഹാലിർ ആകണം. അപ്പം നമ്മൾ സർഫാക്കിയത് ഓർത്ത് നോക്കുക. ലാ യഫ് അൽ, ലാ യഫ് അല, ലാ യഫ് അലു, ലാ തഫ് അൽ, ലാ തഫ് അല, ലാ യഫ് അൽന. അങ്ങനെ ഹാലിറിലേക്ക് കടന്നാൽ ലാ തഫ് അൽ, ലാ തഫ് അല, ലാ തഫ് അലു. ജമ്മു മുദക്കർ ഏതാണ്? ലാ തഫ് അലു എന്നാണ് ജമ്മു മുദക്കർ ഹാലിർ വരുന്നത്. ഇനി മുദക്കർ വാഹിദ് മിനൻ നഹിൽ ഹാദിർ. മുദക്കർ ആവണം, വാഹിദ് ആവണം, നഹി ഹാദിർ ആവണം. ഏതാണ് അതിന് ഉദാഹരണം? ലാ തഫ് അൽ, ലാ തഫ് അൽ. മേലെ പറഞ്ഞ ലാ തബ്സുത് അതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇതിലെ 2 നമുക്ക് ചോദ്യപേപ്പറിൽ നിന്ന് തന്നെ കാണാവുന്നതാണ്. എല്ലാ പരീക്ഷയ്ക്കും അങ്ങനെ വന്നുകൊള്ളണം എന്നില്ല. പക്ഷേ ചിലപ്പോൾ അവിടെ തന്നെ നമുക്ക് കിട്ടിക്കൊള്ളാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു ബെയ്ത്ത് പൂരിപ്പിക്കാൻ അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നുത്തമ്മിം എന്നാണ്. നുത്തമ്മിം പൂരിപ്പിക്കാനാണ്. പൂരിപ്പിക്കാൻ വന്നിട്ടുള്ളത് പരീക്ഷയ്ക്ക് നിങ്ങൾ വന്നപ്പോഴായിരിക്കും ബെയ്ത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ പാഠം പഠിച്ചപ്പോൾ ആ ബൈത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ലിൽ ഫിഅലി തൗകീദും ബിനൂനൈനി ഹുമ
കനൂനൈ ഇദ്ഹബന്ന വഖ്സിദൻ ഹുമ. കനൂനൈ ഇദ്ഹബന്ന, തൗക്കീദിന് രണ്ട് നൂനുണ്ട്. ഒന്ന് ഇദ്ഹബന്നയിലെ നൂനാണ്, വഖ്സിദൻ യഖ്സിദൻ എന്നുള്ളതിലെ നൂനുമാണ്. അപ്പോൾ സഖീലയായൊരു നൂനും ഖഫീഫയായ നൂനും ഉണ്ട് എന്നത് ഉദാഹരണത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു ബൈത്താണ്. കനൂനൈ ഇദ്ഹബന്ന വഖ്സിദൻ ഹുമ. അതന്നെ ഒന്ന് വിശദീകരിച്ച് പറയുന്ന തഫ്സീറാണ് അടുത്ത ചോദ്യം. ലിത്തഅ്കീദി നൂനാനി സഖീല, അടുത്തതെന്താ വഖഫീഫ എന്നാണ് അവിടെ ഉത്തരം വരിക. ഇനി അന്നഹയ്യു നൗആനി. അന്നഹയ്യു നൗആനി, നഹ്യ് രണ്ട് വിധമുണ്ട്. ഏതൊക്കെയാണ് നഹ്യ് രണ്ട് വിധം? നഹ്യു ഗായിബ്, നഹ്യ് ഹാളിർ. അന്നഹ്യു നൗആനി മാഹുമ. അപ്പോൾ അവിടെ ഉത്തരം എഴുതണം അന്നഹ്യുൽ ഗായിബു അന്നഹ്യുൽ ഹാളിറു. ഇനി അടുത്തൊരു ചോദ്യം, കൈഫ യൂഖദ് അന്നഹ്യുൽ ഗായിബു. നഹ്യു ഗായിബ് എങ്ങനെയാണ് എടുക്കപ്പെടാറുള്ളത്? നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. യൂഹദു നഹ്യുൽ ഗായിബി മിനൽ മുലാരിയിൽ ഗായിബി. അത്ര എഴുതിയാൽ മതി. മിനൽ മുലാരിയിൽ ഗായിബി. പിന്നെന്താ എഴുതേണ്ടത്? ബി ഇദ്ഖാലി ലാ ഫി അവ്വലിഹിമാ വ സുക്കൂനിൽ ആഖിരി. അപ്പോൾ ഇദ്ഖാലു ലാ ഫി അവ്വലിഹ വ സുക്കൂനിൽ ആഖിരി, ആ ഒരു വിഷയം പ്രത്യേകം മനസ്സിലാക്കിക്കണം. നഹിൽ ഗായിബ് എടുക്കൽ മുലാരി ഗായിബ് എന്നാണ്. പക്ഷേ മുലാരി ഗായിബ് എന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ട് കൊടുന്നു വെക്കലല്ല. ഒരു ലാ തുടക്കത്തിൽ പ്രവേശിപ്പിക്കും, അവസാനത്തിന് സുക്കൂനും ചെയ്യും. അപ്പോൾ ചിലയിടത്ത് നൂനുണ്ടാവും. നൂനുണ്ടെങ്കിൽ ഹദ്ഫുൻ നൂനെ കളയൽ കൊണ്ടും. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടത് കൺഫ്യൂഷനായോ? അപ്പോൾ ബി ഇദ്ഖാലി ലാ ഫി അവ്വലിഹിമ എന്ന് കൂട്ടി എഴുതണം. ആദ്യം എഴുതേണ്ടത് യൂഹദു നഹ്യുൽ ഗായിബി മിനൽ മുലാരിൽ ഗായിബി, പിന്നെ അതിന് ശേഷം തുടർന്ന് എഴുതുക ബി ഇദ്ഖാലി ലാ ഫി അവ്വലിഹിമ വ സുക്കൂനിൽ ആഖിരി. അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം, യൂഹദ് നഹ്യുൽ ഹാളിറി മിമ്മ. തന്നെ യൂഹദ് നഹ്യുൽ ഹാളിറി മിനൽ മുലാരിൽ ഹാളിരി, പിന്നെ ബി ഇദ്ഖാലി ലാ ഫി അവ്വലിഹിമ. അങ്ങനെ തന്നെ എഴുതണം. നഹ്യു ഗായിബ് മുലാരി ഗായിബ് നിന്ന് എടുക്കപ്പെടും. നഹി ഹാളിർ മുലാരി ഹാലിൽ നിന്ന് എടുക്കപ്പെടും. ഇതൊക്കെ എടുക്കുമ്പോഴും ബി ഇദ്ഖാലി ലാ ഫി അവ്വലിഹിമ, തുടക്കത്തിൽ ഒരു ലാമ് ചേർത്ത് കൊടുക്കും. തദ്ഖുലു നൂനു തൗക്കീദി ഫീമ. തൗക്കീദിൻ്റെ നൂന് പ്രവേശിക്കപ്പെടും. എവിടെയൊക്കെ പ്രവേശിക്കും? അപ്പോൾ തൗക്കീദിൻ്റെ ഒരു നൂനുണ്ട്, തൗക്കീദിൻ്റെ ഒരു നൂനുണ്ട് എന്ന് പറഞ്ഞ് സഖീല ഹഫീഫ എവിടെയൊക്കെ പ്രവേശിക്കും എന്ന് രണ്ടാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. തദ്ഖുലാനി ഫിൽ മുലാരി വൽ അംരി വൻ നഹി. മാദിയിൽ മാത്രമേ പ്രവേശിക്കാത്തുള്ളൂ. മുലാരി, അംറി, നഹി ഈ മൂന്ന് ക്രിയാരൂപത്തിലും പ്രവേശിക്കും. അടുത്തൊരു നുതർജിം എന്നാണ്. അത് മാത്രം നിങ്ങൾക്ക് അറബി മലയാളത്തിൽ എഴുതാം. ലയഅലമന്ന സ്വാദിഖീന മിൻകും, നിങ്ങളിലെ സത്യവിശ്വാസികൾ അത് അറിയും, തീർച്ചയായും അറിയും. അസ്വാഇമതു ലതഫ്തുറൻ അഖിബ അൽ ഉറൂബ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിലെ ഏതെങ്കിലും വാക്കുകൾ അർത്ഥം കിട്ടുന്നുണ്ടോ നോക്കുക. അസ്വാഇമ നോമ്പുകാരി, ലതഫ്തുറൻ അവൾ നോമ്പ് തുറക്കട്ടെ, തീർച്ചയായും അവൾ നോമ്പ് തുറക്കട്ടെ. അഖിബൽ ഉറൂബ് അസ്തമിച്ച ഉടനെ, സൂര്യൻ അസ്തമിച്ച ഉടനെ അവൾ തീർച്ചയായും നോമ്പ് തുറന്നു കൊള്ളട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഷാഫിഈ മദ്ഹബുകാർ സുബ്ഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുക തന്നെ ചെയ്യും, തീർച്ചയായും ഓതുന്ന. അഷ്ഷാഫിഈയൂന, നിങ്ങൾ സ്വന്തം ഉണ്ടാക്കി എഴുതേണ്ട ആവശ്യമില്ല, കിതാബിൽ നമ്മൾ പഠിച്ചതാണ്. അഷ്ഷാഫിഈയൂന ലയഖ്നുതൻ ഫി സ്വലാത്തി സുബ്ഹി. അഷ്ഷാഫിഈയൂന ലയഖ്നുതൻ ഫി സ്വലാത്തി സുബ്ഹി. ഷാഫി മദ്ഹബുകാർ സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുക തന്നെ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, പരീക്ഷയ്ക്ക് നേടാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.